നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി UDF. കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ PV അൻവർ സ്ഥാനാർത്ഥിയാകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ബേപ്പൂർ ചാലിയം ഫിഷ് മാർക്കറ്റിൽ അൻവർ പ്രചാരണത്തിനെത്തിയതിനു തൊട്ടു പിന്നാലെയാണ് KPCC പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. ദിവസങ്ങളായി ബേപ്പൂർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്ന PV അൻവർ ഇന്ന് രാവിലെ ചാലിയം ഫിഷ് മാർക്കറ്റിലെത്തി. അസൗകര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രതികരണം. ഈ മത്സ്യത്തൊഴിലാളികൾ ഈ പ്രതിസന്ധിയിൽ ഇരുന്നുകൊണ്ട് അവർ പിടിച്ചു കൊണ്ടുവരുന്ന മത്സ്യം അത് വിപണനം ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. ഇത്രയും വൃത്തികേടായി കിടക്കുന്ന അവസ്ഥ, ഒന്ന് മൂത്രമൊഴിക്കുവാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത സാഹചര്യം. സ്വാഭാവികമായിട്ടും നമ്മൾ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ബേപ്പൂർ മണ്ഡലത്തിൽ നമ്മൾ നമ്പർ 1 പ്രിഫറൻസ് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി. തൊട്ടു പിന്നാലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രഖ്യാപനം. ബേപ്പൂരിൽ PV അൻവർ തന്നെ സ്ഥാനാർത്ഥി. അദ്ദേഹം ജയിച്ചു വരും. ബേപ്പൂർ MLA ആയിരിക്കും. ഇതോടെ UDF ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ആദ്യ സ്ഥാനാർത്ഥിയായി PV അൻവർ. പക്ഷേ മുഹമ്മദ് റിയാസ് PV അൻവർ പോരാട്ടം നടന്നാൽ ആര് ജയിക്കുമെന്ന ചോദ്യത്തിന് മത്സ്യത്തൊഴിലാളികളിൽ സമ്മിശ്രാഭിപ്രായം. അൻവർ പരാജയപ്പെടും. റിയാസ് ഒരു 30,000 വോട്ടിൽ ജയിക്കും. അൻവർ ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കില്ല. പാട്ടും പാടി ജയിക്കും അൻവർ. ഇനി ബേപ്പൂരിൽ സംസ്ഥാനത്തെ ഏറ്റവും വീറും വാശിയുമുള്ള പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പാണ്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.